ഹായ് ഡിയേഴ്സ്, ഒപ്പം സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് നൈറ്റി മെറ്റീരിയൽസ് നോക്കാം. നമ്മൾ എല്ലാ തരവും കാണിക്കുന്നുണ്ട്. അജ്രക്കിൻ്റെ ഉണ്ട്, അതുപോലെ 290-ൻ്റെ നല്ല കളർഫുൾ ആയിട്ടുള്ളതുണ്ട്, പെയർ ടൈപ്പ് ഉണ്ട്, പിന്നെ 320-ൻ്റെ ഉണ്ട്. അപ്പോൾ ഇഷ്ടമുള്ളത് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം സെലക്ട് ചെയ്യുക. പിന്നെ ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾ കോൾ ചെയ്യരുത്. കോൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഓരോരുത്തർക്ക് ഇങ്ങനെ കൂട്ടി കൊടുക്കുമ്പോൾ താമസം ഉണ്ടാവും, അത് കട്ടായി പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് കോൾ ചെയ്തതെന്ന് പ്രത്യേകം ഞാൻ പറയാറുള്ളത്. കോൾ ചെയ്താലും ഞാൻ എടുക്കത്തില്ല, കാരണം ചിലർ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അവർക്ക് എല്ലാവർക്കും തന്നെ റിപ്ലൈ ചെയ്യും. പിന്നെ ക്ഷമയോടെ കാത്തിരിക്കുക, ആരും തിരക്ക് കൂട്ടണ്ട. നിങ്ങൾ വിളിച്ചെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നിങ്ങളുടെ എടുത്ത് നോക്കത്തില്ല. അതിന് മുമ്പേ ഉള്ള ഒരുപാട് മെസ്സേജസ് കറക്റ്റ് എങ്ങനെയാണോ നമുക്ക് അയച്ചിരിക്കുന്നത് അതനുസരിച്ചാണ് നോക്കുന്നത്. പിന്നെ ഹോൾസെയിലുകാരാണെങ്കിൽ എടുക്കുന്നതെങ്കിൽ 10 മീറ്റേഴ്സിന് എബോവ് ആണെങ്കിൽ അവർക്ക് ഞാനൊരു പരിഗണന കൊടുക്കാറുണ്ട്. കാരണം നമുക്ക് കൂടുതൽ സെയിൽ കിട്ടുന്ന അവരിൽ നിന്നാണ്. അപ്പോൾ അവർക്ക് സാധനം കൊടുക്കാനുണ്ടാവത്തില്ല 10ഉം 15ഉം പീസ് എടുക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഞാൻ ഒരു പരിഗണന കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെടുത്തിരിക്കുന്ന 3 കളർ അജ്രക്ക്. ബ്ലാക്ക് ഉണ്ട്, മെറൂൺ ഉണ്ട്, റെഡും ഉണ്ട്. ഇപ്പോൾ ഞാൻ അജ്രക്കിൻ്റെ ഡിസൈൻസ് ഒന്നും നോക്കാറില്ല, അവരോട് ഇങ്ങനെ അയക്കാനായിട്ടാണ് പറയുന്നത്. മാക്സിമം കിട്ടുന്ന അത്രയും നമുക്ക് എടുക്കാനായിട്ട് ശ്രമിക്കുകയാണിപ്പം. കാരണം ഇതിന് ഭയങ്കര ആവശ്യക്കാരാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടാനില്ല, അതാണ് ഏറ്റവും വലിയ കുഴപ്പം. അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചാലും പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി പോകും. അതുകൊണ്ടാണ്. ഇതൊരു നേവി ബ്ലൂ കളറാണ് കേട്ടോ, ഒരു ആഷൂടെ മിക്സ് വരുന്നതാണ്. ഒരു വെറൈറ്റി ടൈപ്പാണ് കേട്ടോ, സാധാരണ എപ്പോഴും വരുന്ന പോലത്തെ അല്ല. അപ്പോൾ ഇത് റെഡ് ആഷും ഒക്കെ മിക്സായിട്ട് കളേഴ്സ് വരുന്നുണ്ട് ഇതിനകത്ത്. ഇതാ അടുത്തത് കണ്ടോ. അപ്പോൾ ഇഷ്ടമുള്ളത് ഏതെന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ടിക്ക് ചെയ്ത് അയയ്ക്കുക. ഒരുപാട് മെസ്സേജസ് വീണ്ടും വീണ്ടും അയക്കരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒത്തിരി പുറയിലേക്ക് പോകും. ചിലർ 8 മണിക്ക് മെസ്സേജ് അയച്ചിട്ട് പിന്നെ എന്താ നോക്കാത്തതെന്ന് പറഞ്ഞ് 12 മണിക്ക് മെസ്സേജ് അയക്കും. അപ്പോൾ എന്ത് പറ്റും, ആ ആഴ്ച മുഴുവൻ പേരുടെ പുറയിലേക്ക് നിങ്ങൾ തള്ളിപ്പോകും. അപ്പോൾ നമ്മൾ ക്രമമായിട്ടല്ലേ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കോളും ചെയ്യരുത്. കോളും ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ബാക്കിലേക്കാവും. അതുകൊണ്ടാണ് പ്രത്യേകം എടുത്തു പറയുന്നത് കേട്ടോ. ഇനി അടുത്ത അജ്രക്ക് ഇതേപോലെ ലൈൻസ് പോലെ വരുന്നതാണ്. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ റെഡ് അങ്ങനെ എടുത്ത് കാണിക്കത്തില്ല. നമുക്ക് ഒരു മെറൂൺ നോക്കാം കേട്ടോ. എല്ലാം നല്ല ഭംഗിയാണ്. റെഡും ബ്ലാക്കും മെറൂണും എല്ലാം ഒന്നിനൊന്നിന് ഭംഗിയുള്ളതാണ്. അജ്രക്കിൻ്റെ ഏത് വന്നാലും നമുക്ക് നല്ല കളേഴ്സാണ് വരുന്നത്. ഒന്നും ഡള്ളായിട്ടുള്ള കളേഴ്സില്ല, എല്ലാം അടിപൊളി തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഇത് ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയോണ്ടാണ് ഞാൻ ഇതെടുത്തത്. നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഇപ്രാവശ്യം 3 എണ്ണം കാണിച്ചിരിക്കുന്നത് നല്ല തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. ചിലർക്ക് ചില വരകളുള്ള ടൈപ്പ് ഇഷ്ടമാണ്, ചിലർക്ക് പൂക്കളുള്ള പോലെ ഇഷ്ടമാണ്, ചിലർക്ക് വട്ടം പോലുള്ള ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കിട്ടുന്ന ഏതാണെങ്കിലും ഞാൻ എടുക്കും. മിക്സ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. പിന്നെ കാറ്റലോഗിൽ നിന്ന് സെലക്ട് ചെയ്താൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ. തീരുന്നതനുസരിച്ച് ഞാനത് ഡിലീറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ കാറ്റലോഗിൽ നോക്കുവാണെങ്കിൽ പ്രൈസും ഒക്കെ അറിയാൻ പറ്റും. പിന്നെ ഇതിൻ്റെയൊക്കെ പ്രൈസ് ഒറ്റ റേറ്റ് തന്നെയാണ്. 183 റീറ്റെയിൽ പ്രൈസ്, ഹോൾസെയിൽ പ്രൈസ് 173 ആയിരിക്കും. അടുത്ത് വരുന്ന അജ്രക്ക് മോഡൽ പോലെ തന്നെ വരുന്ന കളേഴ്സാണിത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ കാണിച്ച പർപ്പിൾ ഷെയ്ഡാണ്, പിന്നത്തേത് ബ്ലൂ ആണ്. ഇത്രയും ഡാർക്കായിട്ടല്ല വരുന്നത്, ചിലത് കുറച്ച് ഒരു മീഡിയം കളറായിട്ടാണ് വരുന്നത്. ഫോണിലായതുകൊണ്ടാണ് കുറച്ച്, ഫോണിലെപ്പോഴും സാധാരണ കളറിനെക്കാട്ടി കുറച്ചുകൂടെ കളർ എടുത്തായിരിക്കും കാണിക്കുന്നത് കേട്ടോ. അത്രയും നിങ്ങൾ വിചാരിക്കരുത്. അതിൽ ഒരു പടി താഴെയായിരിക്കും നമ്മുടെ കളേഴ്സ് വരുന്നത്. ഈ ഗ്രീനൊക്കെ ഇത്തിരി ലൈറ്റ് ആയിട്ടുള്ള ഗ്രീനാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് ഡാർക്കായിട്ടാണ് ഫോട്ടോസിലായാലും വീഡിയോസിലായാലും എല്ലാം കാണിക്കുന്നത്. റെഡ് ഉണ്ട്, മജന്തയുണ്ട്, കോഫി ബ്രൗൺ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നോക്കി സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വെച്ചിരിക്കുന്ന മെറൂണ്. പിന്നെ ഞാനിതിങ്ങനെ ക്രമമായിട്ട് പറയുന്നില്ല, നിങ്ങൾ കാറ്റലോഗിൽ നോക്കിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്തുള്ള കളർ മെൻഷൻ ചെയ്താൽ മതി. ആ റെഡ് പോലെ 3 എണ്ണം തോന്നുന്നു. ഒന്ന് റെഡും മജന്തയും പിന്നെ പീച്ചുമാണ് വരുന്നത്. പിന്നെ കോഫി ബ്രൗൺ, ഗ്രീൻ, വൈൻ ഷെയ്ഡ്, പിന്നെ മസ്റ്റാർഡല്ലോ കുറച്ച് ബ്രൗൺ ഷെയ്ഡ് കൂടെ കൂടിയതാണ് കേട്ടോ. അതുകൊണ്ട് യെല്ലോ പോലെ അല്ല അത് വന്നിരിക്കുന്നത്. നമ്മൾ മൈലാഞ്ചിയൊക്കെ ഇട്ട ഉടനെ കഴുകി കളയത്തില്ലേ കയ്യിൽ, ആ ഒരു കളറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഒരു ബ്രൗൺ ചേർന്ന ഒരു കളർ. പക്ഷേ കുഴപ്പമില്ല, നല്ലതാണ്. അടുത്ത് വന്നിരിക്കുന്നത് ഇതേപോലെ ഇതൊരു വെറൈറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല ഫുള്ള് ഇതുപോലെ വർക്കുണ്ട് കേട്ടോ. നല്ല രസമാണ് നമുക്ക് നേരിട്ട് കാണാനായിട്ട്. നല്ല കളേഴ്സാണ് 3 എണ്ണം വന്നിരിക്കുന്നത്. ഇതൊരു വൈൻ ഷെയ്ഡും ബ്രൗൺ ഷെയ്ഡും കൂടെ ഒക്കെ ആയിട്ട് മിക്സായിട്ട് വരുന്ന ഒരു കളറാണ് കേട്ടോ. ഏത് കളറാണ് നമുക്ക് കറക്റ്റായിട്ട് പറയാനൊക്കത്തില്ല. ഇങ്ങനെ വെട്ടം അടിക്കുമ്പം പല വ്യത്യസ്ത കളർ കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് ഒരു പർപ്പിൾ ഷെയ്ഡാണ്, ഒരു റോസ് പോലെ വന്നിട്ട് അതിനകത്ത് ഇങ്ങനെ പർപ്പിളിൻ്റെ കളർ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പെയറായിട്ടാണ് വരുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് പെയറായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ്, അതല്ലെങ്കിൽ ഒറ്റ പീസായിട്ട് എടുക്കാം കേട്ടോ. ഞാൻ പെയറായിട്ട് നിർബന്ധം പറയാറില്ല. അപ്പോൾ വേണമെന്നുള്ളവർക്ക് പെയറായിട്ട് എടുക്കാവുന്നതാണ്. പെയർ എപ്പോഴും വെച്ച് കഴിഞ്ഞാൽ പിന്നെ സെയിൽ പെട്ടെന്ന് ആവത്തില്ല. കാരണം പെയറായിട്ട് തന്നെ എടുക്കേണ്ടത് കൊണ്ട് ചിലർക്ക് ചില കളേഴ്സ് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അതിൻ്റെ പെയറായിട്ടുള്ളത് കൂടെ എടുക്കാൻ താല്പര്യപ്പെടാതെ ഒറ്റ പീസ് എടുക്കാൻ
ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എടുക്കാം. ആദ്യത്തെ ബ്ലൂ ആണ്, പിന്നെ പർപ്പിളാണ്, പിന്നത്തെ ഒരു വൈനും മെറൂണും കൂടെ ഒക്കെ മിക്സായിട്ട് വരുന്ന ഒരു കളറാണ്. അപ്പോൾ കണ്ടല്ലോ, ഇത് ടിക്ക് മാർക്ക് ചെയ്യണം. നിങ്ങൾ വേണ്ടത് കറക്റ്റായിട്ട് ടിക്ക് ചെയ്യണം. ചിലർ ഇഷ്ടമുള്ളത് അത്രയും പീസും സ്ക്രീൻഷോട്ട് ചുമ്മാ ഇട്ടുകൊണ്ടിരിക്കും. വേണ്ടാത്തത് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയണം, വേണ്ടത് മാത്രം ഇടുക കേട്ടോ. അപ്പോൾ എനിക്കെങ്കിലേ അത് അറിയത്തുള്ളൂ ഏതൊക്കെയാണെന്നുള്ളത്. അടുത്ത ഇതുപോലെ ഒരു നേവി ബ്ലൂവിൽ ഒരു അരിമണി പോലെ ഡിസൈനാണ് വരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. ബ്ലൂ വരുന്നുണ്ട്, പിന്നെ മജന്ത, പിന്നെ ഇതൊരു പർപ്പിൾ ഷെയ്ഡ്, ഇത് ഗ്രീനിൽ ബ്രൗൺ കുത്തുണ്ട്, ബ്രൗൺ കുത്തിൽ ഗ്രീൻ കുത്തുണ്ട്, അങ്ങനെയാണ് വരുന്നത്. ഇത് ഗ്രീനിൽ യെല്ലോ കുത്ത്, യെല്ലോയിൽ ഗ്രീൻ കുത്ത്, അങ്ങനെ വരുന്ന ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസ് എല്ലാം നോക്കിയാൽ മതി. അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അടുത്ത് കാണാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാൻ അതിൽ നോക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ അടുത്ത വരുന്നത് ഇനി 320-ൻ്റെയാണ്. ഇതും ഒരു പെയറായിട്ട് വരുന്നതാണ്. നല്ല ഭംഗിയാണിത് കേട്ടോ. ചെറിയ പൂക്കളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഫ്ലോറൽ പ്രിൻ്റാണ് ഫുള്ള്. അപ്പോൾ ഇത് കോഫി ബ്രൗൺ ആണ്. അതിനകത്ത് ഇതുപോലെ ഇങ്ങനെ ചെറിയ ബിസ്ക്കറ്റ് ഷെയ്ഡ് പോലത്തെ ഈ കളർ വരുന്നുണ്ട്. അതിൻ്റെ ബോട്ടം വരുന്നതും ബിസ്ക്കറ്റ് ഷെയ്ഡ് പോലത്തെ കളറാണ്. ടോപ്പും ബോട്ടവും ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതല്ലെങ്കിൽ മിക്സ് മാച്ച് നൈറ്റി തയ്ക്കാനും നല്ലതാണ്. അടുത്ത വരുന്ന ഒരു പീച്ച് ഷെയ്ഡാണ്. പിന്നെ വരുന്നത് ഒരു ബ്ലൂ ആണെന്ന് തോന്നുന്നു കേട്ടോ. ബ്ലൂ ഷെയ്ഡ്, ലൈറ്റ് ബ്ലൂവും ഒരു നേവി ബ്ലൂവും കൂടെ മിക്സായിട്ട് വരുന്നുണ്ട്. നല്ല തുണിയാണ്, രാഹുലിൻ്റെയാണ്. നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്. നല്ല അടിപൊളി കളറും നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ. ഡള്ളൊന്നും അല്ല, നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. ഇതൊരു ഗ്രീൻ പോലെ വരുന്നതാണ്. അടുത്തത് വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡാണ്. റോസ് എന്ന് വേണമെങ്കിലും പറയാം. ഇതേപോലെയാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഓരോന്നായിട്ട് അടുക്കി വയ്ക്കാം. ഇത്രയാണ് വരുന്നത്. ഫസ്റ്റ് ചന്ദന കളറും കോഫി ബ്രൗണും, പിന്നെ പീച്ചിൻ്റെ വരുന്നുണ്ട്, ബ്ലൂവിൻ്റെ വരുന്നുണ്ട്, പിന്നെ ഗ്രീനിൻ്റെ, പിന്നെ റോസിൻ്റെ, അങ്ങനെയാണ് വരുന്നത് കേട്ടോ. എല്ലാം എടുത്താലും ഒന്നിനൊന്നിന് നല്ലതാണ്. എല്ലാം നല്ല വ്യത്യസ്തമായ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചിലർക്ക് ഡാർക്കാണ് ഇഷ്ടം, ചിലർക്ക് ലൈറ്റ് കളേഴ്സാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഇത് കണ്ടപ്പോൾ ഞാനടുത്ത് ഡാർക്കും ഉണ്ട് ലൈറ്റും ഉണ്ടല്ലോ. അപ്പോൾ ഇഷ്ടമുള്ളത് എടുക്കാമല്ലോ. അടുത്തത് ഇനി വരുന്നത് നമ്മുടെ ഈ കലങ്കാരി ഡിസൈൻസ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ്. ഇതേപോലെയാണ് വരുന്നത് കേട്ടോ. ഇത് അടുത്ത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നല്ല ഭംഗിയാണ് ഇത് അടുത്ത് കാണാനായിട്ട്. ഫുള്ള് ഇതുപോലെ വരുന്നതാണ്. നമുക്ക് ടോപ്പ് തയ്ക്കാനായിട്ട് എടുക്കാം. ഇത് ബോട്ടം. അതിൻ്റെ മുകളിലായിട്ട് ഒരു ബ്രൗൺ വര വന്നാൽ എങ്ങനെ ഇരിക്കും, അതേപോലെയാണ് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. കറക്റ്റ് അകത്ത് പ്രിൻ്റ് ഉണ്ട്, അതിൻ്റെ പുറത്തിങ്ങനെ വര വന്ന പോലെ ആണ് നമുക്ക് തോന്നുക. അപ്പോൾ ഇത് ടോപ്പും ബോട്ടും ആയിട്ട് നിങ്ങൾക്ക് തയ്ക്കാവുന്നതാണ്, അല്ലെങ്കിൽ മിക്സ് മാച്ചായിട്ട് തയ്ക്കാവുന്നതാണ്. നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ. ഇതും നല്ല തെളിഞ്ഞ കളേഴ്സ് തന്നെ വരുന്നതാണ്. ഒന്നും മങ്ങിയ കളറൊന്നുമില്ല. ഇത് ഒരു നീല പച്ച കളറ് മിക്സായിട്ട് വരുന്ന കളറാണ്. അടുത്ത് വരുന്നത് ഇതൊരു ഗ്രീനും ആയിട്ട് തോന്നും, നമുക്ക് മെഹന്തി ആയിട്ട് തോന്നും കേട്ടോ. ഇത് ഡാർക്ക് മെഹന്തിയാണെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടോ, വീഡിയോയിൽ അത് മെഹന്തി പോലെ തന്നെ കാണിക്കുന്നത്. അതും നല്ല ഡാർക്കാണ്, നല്ല ഭംഗിയുള്ള കളറാണ്. പിന്നെ ഗ്രീൻ കുറച്ച് ഡള്ളായിട്ടായിരിക്കും എപ്പോഴും കാണിക്കുന്നത് ഫോട്ടോയിലൊക്കെ. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം പറഞ്ഞത്. നല്ല ഡാർക്ക് തന്നെയാണ്, നല്ല കളറാണ്. അടുത്ത് വരുന്ന ഒരു മെറൂൺ കളറാണ്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്ക് അടുക്കി വയ്ക്കാം. ഇതേപോലെയാണ് വരുന്നത്. ഫസ്റ്റ് മെറൂണിൻ്റേത് പെയറ്, പിന്നെ മെഹന്തി പെയറ്, പിന്നെ ബ്ലൂവിൻ്റെ വരുന്നുണ്ട്, പിന്നെ ബ്രൗൺ ആണ് വരുന്നത്, ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെറ്റീരിയൽസ് ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇഷ്ടമുള്ളത് ഏതാണോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. കാറ്റലോഗിലാണെങ്കിലും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. കാരണം കാറ്റലോഗിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എന്നിട്ട് കളേഴ്സ് നിങ്ങളിങ്ങനെ പറയരുത്. കളേഴ്സ് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഫോട്ടോ ഇട്ടിട്ട് ചിലർ കളറ് പറയും. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കാതെ ഞാനത് എടുത്തു വയ്ക്കും. പിന്നീടാണ് പറയുന്നത്, ചേച്ചി ആ ഫോട്ടോയുടെ താഴെ കളർ എഴുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മളത് എഴുതിയതൊന്നും നമുക്ക് പിന്നീട് എടുത്ത് വയ്ക്കുമ്പോൾ വായിക്കാനുള്ള ടൈം കിട്ടത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കഴിവതും നിങ്ങൾ സ്ക്രീൻഷോട്ട് തന്നെ അയച്ചാൽ മതി. പിന്നെ മിനിമം 2 പീസ് മുതൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. 10 പീസാണ് നമ്മൾ ഹോൾസെയിൽ പ്രൈസിന് കൊടുക്കുന്നത്. പിന്നെ കറക്റ്റായിട്ട് ഓരോന്നും ഞാൻ നോക്കി വരും. നിങ്ങൾ വെയിറ്റ് ചെയ്യണം. പിന്നെ ഹോൾസെയിലുകാർക്ക് ഒരു മുൻഗണന ഞാൻ കൊടുക്കാറുണ്ട്. മെസ്സേജ് ചെയ്യുന്ന ഇടയ്ക്കൊന്ന് ഞാനത് ഓപ്പൺ ചെയ്യും. കാരണം അവർക്കല്ലെങ്കിൽ മെറ്റീരിയൽസ് ഒന്നും കിട്ടാതെ പോകും. കാരണം ഈ ചില കളേഴ്സ് 3 എണ്ണം ഒരുമിച്ച് പെട്ടെന്ന് തീർന്നു പോകും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഹോൾസെയിലുകാർക്ക് അങ്ങനെ കിട്ടാതെ വരും. അപ്പോൾ അവർ അത് വേണ്ടാന്ന് വയ്ക്കും, ക്യാൻസൽ ചെയ്യും. അപ്പോൾ എനിക്കത് നഷ്ടമാണ്. കാരണം കൂടുതൽ ബൾക്ക് അവരാണല്ലോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്കൊരു മുൻഗണന നമ്മൾ കൊടുത്തിട്ടായിരിക്കും
ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധ വേണം. പിന്നെ മെസ്സേജ് അയച്ചിട്ട് വെയിറ്റ് ചെയ്താൽ മതി, തുരു മെസ്സേജ് അയക്കരുത്. അങ്ങനെ നോക്കുന്നില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും പുറയിലേക്ക് പോകും. നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി, ഞാൻ തീർച്ചയായിട്ടും നോക്കും. കറക്റ്റായിട്ട് ഏതാണ് വേണ്ടതെന്നുള്ളത് ടിക്ക് ചെയ്യുക, അതല്ലെങ്കിൽ കാറ്റലോഗിൽ നിന്ന് എനിക്ക് അയക്കുക. അപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പറയും. പിന്നെ ഞാൻ മെസ്സേജ് അയക്കുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ റിപ്ലൈയും തരണം. 15 മിനിറ്റ് ടൈമാണ് ഞാൻ തരുന്നത് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ ബൈ.